It was at this moment he knew. ഒന്നും ചെയ്തില്ല, സാധ്യത നിനക്കറിയായിരുന്നടാ? ചാടിവെല്ലാം വരുമോ? വിഷം, ചെറിയ വിഷമേ ഉള്ളൂ. നൈസായിട്ട് ശങ്കുവരൻ്റെ ഒക്കെ അത്ര വിഷമുള്ളൂ. ഞാൻ വേർത്തുടങ്ങി. അറബി നാടുകളിൽ കടുവ, പുലി, പാമ്പ് ഇവയൊക്കെ ഒരു പെറ്റായിട്ട് വളർത്തുന്ന ഒരു രീതി നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളക്കരയിലും വെള്ളിമൂങ്ങ, ഉടുമ്പ് തുടങ്ങിയ, അതായത് ഒരു പെറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ മൊത്തം ലോകം മുഴുവനും മാറിപ്പോയിട്ടുണ്ട്. അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്, അല്ലേ? ഇവൻ ആരാണ്? ഇവന്റെ പേരെന്താ? ഇത് കൊക്കാറ്റു. കൊക്കാറ്റു, ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള കൊക്കാറ്റു. ആ, എന്താണ് ഇതിന്റെ പ്രത്യേകതയൊക്കെ? പ്രത്യേകത, നമുക്ക് വീട്ടിൽ ഇടയ്ക്ക് വളർത്താൻ പറ്റുന്ന, സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് കൊക്കാറ്റു. കാര്യം പറയും. അത് പെട്ടെന്ന് ഇപ്പം ഇവിടെ ആയതുകൊണ്ട് നമ്മളോട്ട് ഇണങ്ങി കഴിഞ്ഞാൽ നല്ലൊരു കാര്യം പറയുന്ന ഒരു ബേഡാണ്. പിന്നെ നല്ല ലൈഫുള്ള ബേഡാണ്. ഏകദേശം ഒരു 60 വർഷം തൊട്ട് 80 വർഷം വരെയൊക്കെ ലൈഫ് സ്പാൻ ഉള്ള ഒരു ബേഡാണ്. 80 വർഷമൊക്കെ ജീവിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ വളർത്താൻ കൊണ്ടുപോകുന്ന ആൾക്കാർ എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു ഉദ്ദേശം? എന്തായിരിക്കും? പെറ്റ് ലവേഴ്സ് ആണോ? പെറ്റ് ലവറാണ് കൂടുതൽ ആൾക്കാർ. ഇപ്പം തത്തകളെ ഇപ്പം വീട്ടിൽ വളർത്താൻ നമുക്ക് പറ്റത്തില്ല, അതായത് ഇല്ലീഗലാണ്. ഇന്ത്യൻ ബേഡ് ആയതുകൊണ്ട് നാടൻ തത്തകളെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ ഈ എക്സോട്ടിക് ആയിട്ടുള്ള ഇപ്പം സ്നേക്ക് ആയാലും അതുപോലെ ബേഡ്സ് ആയാലും അതിനെയൊക്കെ നമുക്ക് ലീഗലി വളർത്താൻ പറ്റുന്ന ആനിമൽസ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ചൂസ് ചെയ്യുന്നതും വീടുകളിൽ വളർത്തുന്നതും. നാടൻ തത്തയെ അങ്ങനെ വളർത്താൻ പാടില്ല. നാടൻ തത്തയെന്നല്ല, നമ്മുടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ പെടുന്ന, ഇന്ത്യൻ വൈൽഡ് ലൈഫിൽ പെടുന്ന കുറെ ആനിമൽസ് ഉണ്ട്. അതിനെ ഒന്നും നമ്മൾ വീടുകളിൽ വളർത്താൻ പറ്റും. അപ്പൊ ഇവൻ ഇല്ലേ, ഇത് നമ്മുടെ ഇന്ത്യൻ അല്ലല്ലോ. ഇന്ത്യൻ അല്ലാത്ത ഏത് മൃഗങ്ങളെ കൊണ്ടൊന്ന് വളർത്താം. അതിന്റെ കൃത്യമായിട്ടുള്ള പേപ്പർ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളർത്താം. അപ്പൊ ഈ എന്താ അവന്റെ പേര്? കൊക്കാറ്റു. അപ്പൊ കൊക്കാറ്റുവിന് എത്രയൊക്കെയാണ് ഇപ്പൊ വില ചാർജ്? അതിന് ഏകദേശം ഒരു പെയർ വരുമ്പോ ഒരു 7 ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിലിരുന്നതിന് 7 ലക്ഷമാണോ ജോഡിക്ക്? അതിനൊരു 3.5 lakhs ഒക്കെ വരും. മേടിക്കുമ്പോ നമ്മള് 2 എണ്ണായിട്ട് മേടിക്കണോ? എങ്ങനെ വേണമെങ്കിലും വളർത്താം. നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെയറായിട്ട് വളർത്താം. നല്ല പെറ്റായിട്ട് വളർത്തണമെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് വാങ്ങി വേണമെങ്കിലും വളർത്താം. അപ്പൊ ഈ പ്രാവുകളെയൊക്കെ വളർത്തുന്നത് നമ്മള് യൂഷ്വലി കാണുന്നുണ്ട്. അപ്പൊ ഈ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണോ ഈ പ്രാവിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് പോലെ തന്നെയാണോ ഈ കൊക്കാറ്റുവിനെ മേടിക്കുന്നതും? അത് രണ്ടാ. പ്രാവുകളെ വളർത്തുന്ന ആൾക്കാർ ചിലപ്പം കൂടിയാലും പ്രാവുകളെ ആയിരിക്കും ചിലപ്പം വാങ്ങി വളർത്തുന്നത്. ബേഡ്സുകളെ ഇപ്പം ചെറിയ ലവ് ബേഡ്സിനെ ഒക്കെ വളർത്തുന്നവർ ചിലപ്പോൾ സാമ്പത്തിക നില കൂടുമ്പോൾ വലിയ ബേഡുകളിലേക്ക് തിരിയും. അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കും, അതിന്റെ കുഞ്ഞുങ്ങളെ എടുക്കും. അങ്ങനെയൊക്കെയാണ് വളർത്തുന്നത്. ലക്ഷറി ആണല്ലേ ആക്ച്വലി. നല്ല നമ്മൾ അതിനെ കീപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആവുന്ന ഒരു സംഭവം. അപ്പൊ ഇവരെ നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ വളർത്തുമ്പോ നമ്മുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെ മാറിപ്പോവല്ലേ ശരിക്കും? അതെ അതെ. ഇവർക്ക് വേണ്ട ഫുഡൊക്കെ ഇപ്പൊ എങ്ങനെയാ? ഫുഡ് എല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡുകൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ സപ്ലിമെന്റ്സ് ആയാലും അതിന്റെ പിന്നെ അതിന് കൊടുക്കേണ്ട സീഡ്സ് ആയാലും എല്ലാം അത്യാവശ്യം റേറ്റ് ആവുന്ന സംഭവങ്ങളാണ്. ഇതാരാണ്? അത് നൈസായിട്ട് ചെറിയ പല്ലല്ലേ, ഇത് മൈക്രോസ്ക്യൂറൽ. ഇതിന് ഒരുപാട് ആളുകൾ വാങ്ങിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഒരു വീഡിയോ ഏകദേശം ഒരു 4 മില്യണോളം ഇതിന്റെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ഇതിന് ഒരുപാട് എൻക്വയറീസ് നമുക്കിപ്പോൾ വരുന്നുണ്ട്. അല്ല, ഇതിനെ കൊണ്ട് എനിക്കിപ്പോ വലിയ ഉപയോഗമൊന്നും തോന്നിയില്ലല്ലോ. ഒരു പെറ്റാണ്, നമുക്ക് പെറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്കാണ് അത്. ഇപ്പോൾ ഒരു ഉറുമ്പായാൽ തന്നെ അത് വെറും ഒരു കൗതുകമായിട്ട് തോന്നും. അതിനെ കൊല്ലാനോ ഒന്നും അവർക്ക് തോന്നത്തില്ല. അതിനെ കൂടുതൽ കീപ്പ് ചെയ്ത് വളർത്താനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കുമല്ലോ അവർക്ക്. അത് അതിനെ ഇഷ്ടപ്പെടണം. ഇതെങ്ങനെ ഇപ്പൊ കൂട്ടിനകത്ത് ഇടുവോ? ഇത് കൂടിനകത്തൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ചാടിപ്പോവും. ഇതിങ്ങനെ ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് ചെറിയ ഒരു സഞ്ചിക്കകത്തൊക്കെ കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എവിടെയെങ്കിലും പോവാണെങ്കിൽ കൊണ്ട് നടക്കാം. കൊണ്ട് നടക്കും, കാറയിലൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇതിന് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് ഒട്ടും പറ്റത്തില്ല. അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ, AC വേണമെന്നില്ല, ഇത് ചൂടില്ലാത്ത ഒരു ക്ലൈമറ്റ് വേണം. ഇത്രേ വളരുള്ളത്? മാക്സിമം ഇത്രയും ഫുൾ സൈസ് ആണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ എണ്ണ. ഇത് ഇപ്പൊ ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് ഇപ്പൊ ഇത് വന്നോണ്ടിരിക്കുന്നത്. നല്ലൊരു പെറ്റല്ലേ? ഇതിപ്പോ കേരളത്തിന്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ആളുകള്? എല്ലായിടത്തും, കേരളത്തിൽ നിന്ന് അങ്ങനെ ഏത് ഭാഗത്തുനിന്നില്ല, എല്ലായിടത്തും എൻക്വയറീസ് നമുക്ക് ഇപ്പൊ വരുന്നുണ്ട്. വന്ന് മേടിക്കോ? അപ്പൊ ഇവരൊക്കെ കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയർ നമുക്ക് എല്ലായിടത്തേക്കും ഡെലിവറി ഉണ്ട്. എവിടെയായിരുന്നു? കോട്ടയം, പത്തനംതിട്ട. ഡെലിവറി ചെയ്യുന്ന വെച്ചാൽ കൊണ്ട് വീട്ടിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കും.
നമ്മളിപ്പോ സാധാരണ പട്ടിയും പൂച്ചയും ഒക്കെ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ ഇവർക്ക് വാക്സിൻ എടുക്കും, നമ്മുടെ കുടുംബത്തുള്ള ആൾക്കാരുടെ കൂടി ആരോഗ്യമൊക്കെ നോക്കണമല്ലോ. അതെ അതെ. അപ്പൊ ഇവരെങ്ങനെയാണ്, ഇവർക്ക് പ്രത്യേകിച്ച് ആശുപത്രിയൊക്കെ ഉണ്ടോ? ഇതിന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ലെന്നുള്ളതാണ്. ഇപ്പം ഈ അടുത്തിടയ്ക്കായിട്ട് ഇതൊക്കെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ആയി വരുന്നുണ്ടെങ്കിൽ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ വളരെ കുറവാണ്. സാധാരണക്കാർക്ക് കൊണ്ടുപോയി വളർത്താനുള്ള ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങളും സൗകര്യവും നമുക്ക് കേരളത്തിലില്ല. മൃഗാശുപത്രിയിൽ എടുക്കൂല അല്ലേ? മൃഗാശുപത്രി നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇതുപോലുള്ള പെറ്റിനെ കൊണ്ടുപോയി ഇതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല അവർക്ക്, ഡോക്ടേഴ്സിന്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ അത്യാവശ്യം എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ ആലപ്പുഴയിലും ഒക്കെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അപ്പൊ ഇതിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി കൺസേൺ ഉണ്ടാവോ? ബോധോടാണോ ഇവർ അല്ലെങ്കിൽ ഒരു രസത്തിന്റെ പുറത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണോ? അതാണ് ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതെ, ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത് ഈ സാധനം വേണമെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർക്ക് ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് കഴിയുമ്പോഴത്തേക്ക് അതിനെ പുതിയൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് കടയിലേക്ക് കൊണ്ട് കൊടുക്കുക. അപ്പൊ അവരുടെ ഭാഗം കഴിഞ്ഞു. ഇതിന് എത്ര ആയുസ്? ഇത് വളരെ ഷോർട്ട് ലൈഫ് ഉള്ളു. ഒരു 3 ഇയർ തൊട്ട് ഒരു 4 ഇയർ വരെ ഉള്ളു അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇതിന് എത്ര രൂപയാ? ഇത് ഒരു 6,000 ഒക്കെ വരും. 6,000 ഉണ്ടല്ലേ? അപ്പൊ ഇതിനൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് ഇതിനൊക്കെ കൊണ്ടുവരുന്നത്? നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് വരുന്നത്. ഈ 3 വർഷത്തിനിടയിൽ ഇവർക്ക് ബ്രീഡിംഗ് സീസൺ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊരു 6 മാസം ആകുമ്പോഴത്തേക്ക് മെച്ചറാവും. 6 മാസം 6 തൊട്ട് 10 മാസം വരെ മെച്ചറാവാനായിട്ട്. അപ്പൊ മേടിക്കുമ്പോ 2 എണ്ണം പേരായിട്ട്. ഈ പെറ്റ്സിനെ ഭയങ്കര താല്പര്യവും ഇഷ്ടത്തോടു കൂടിയായിരിക്കും ആൾക്കാർ വളർത്തുന്നത്. പക്ഷെ ഈ പറയുന്ന പെറ്റ്സിനൊക്കെ ഉള്ളൊരു കൾച്ചറൽ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻ അവർക്ക് പറ്റിയൊരു ഇടാണോ നമ്മളുടെ ഒക്കെ വീടുകൾ? ഇവര് ഇങ്ങനെ ഫോറസ്റ്റില് ഉല്ലസിച്ച് നടക്കേണ്ട ആൾക്കാരല്ലേ? അവരെയൊക്കെ വീട്ടിൽ കൊണ്ടിരുത്തുന്നത് എത്രത്തോളം? നമ്മുടെ ഈ സാധാരണ മൃഗങ്ങളുടെ കാര്യത്തിൽ ആ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. ഈ എക്സോട്ടിക് ആനിമൽസ് അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാർ മാത്രമേ ആയിരിക്കും അത് വാങ്ങി വളർത്തുക എന്നുള്ളത്. അവർക്ക് അതിനെപ്പറ്റി നല്ല രീതിക്ക് പഠിച്ചതിന് ശേഷമായിരിക്കും ഒരു ആനിമൽസ് ചൂസ് ചെയ്യുന്നത്. അതങ്ങനെ അതുമല്ല, ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെൻഡി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു ടൈമിലെ ഒരു സ്നേഹം ഉണ്ടാകുള്ള ആ പെറ്റിനോട്. അത് കഴിയുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെയും ഒഴിവാക്കണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. ഇവര് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴോ എന്താ ചെയ്യേണ്ടതെന്നോ? തീർച്ചയായിട്ടും. നമ്മൾ എല്ലായിടത്തേക്കും ഈ പെറ്റ്സിനെ ഡെലിവറി ചെയ്യുന്നതും നമ്മൾ സെയിൽ ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പം ഒരുപാട് ഡൗട്ടുകൾ വരാറുണ്ട്. നമ്മൾ അതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാറുമുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെ ഇതുവരെ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്? അത് കൂടുതലും ഡോഗ്സിന്റെ വാക്സിനേഷന്റെ കാര്യം, അതുപോലെ ഒരു ആനിമൽസ് ഉണ്ടാവുന്ന, പിന്നെ ഇപ്പം ഡോക്ടേഴ്സിനൊക്കെ പല ഹോസ്പിറ്റലുകളിലും ഒരു ബേഡ്സിന് ഇപ്പം ഉദാഹരണത്തിന് ഒരു പനിയായിട്ട് ചെന്നിരിക്കട്ടെ, അപ്പം സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് അവർക്ക് അറിയത്തില്ല ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അതേസമയം നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എക്സോട്ടിക്കിനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് ചിലപ്പം അതറിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പം അത് ഓക്കെ. അല്ലാത്ത സമയങ്ങളിൽ നമുക്കായിരിക്കും ചിലപ്പോൾ കോൾ വരുന്നത്, അതിന് പനിയായി എന്ത് ചെയ്യണം. നമുക്കപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മൾ ഈ എന്താ പറയുക തിയറി അല്ലല്ലോ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് പല മൃഗങ്ങളെ നമ്മൾ പഠിച്ച് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് അതിന് അറിയാവുന്ന മരുന്നുകൾ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കും, അത് സോൾവ് ചെയ്യാറുമുണ്ട്. വിഷ്ണുവിനപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് വരാൻ? വിഷ്ണുവിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എന്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ ഒരു നായ ഉണ്ടായിരുന്നു. അതായത് എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പം. അപ്പൊ അതിന്റെ പേരാണ് മിക്കി എന്നുള്ളത്. എന്റെ സ്ഥാപനത്തിന്റെ പേരും മിക്കി എന്നാണ്. അപ്പൊ അതിനോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഭയങ്കര അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം ഡോഗിനെ വളർന്ന പോലെ അല്ലായിരുന്നു. അന്നേരത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിന് നല്ല ഫുഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ലായിരുന്നു, നല്ലൊരു കൂടില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിനടുത്ത് നമുക്ക് അതിനെ ഒരുപാട് ഇങ്ങനെ അങ്ങ് സ്നേഹിക്കുക, അറിയാവുന്ന കൂട്ട് പാല് കൊടുക്കുക, പിന്നെ വീട്ടിലെ ചോറ് കൊടുക്കുക, അതൊക്കെയായിരുന്നു അന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന കാര്യം. പക്ഷെ ഇപ്പം ഡോഗിനെ നമ്മൾ വളർത്തുന്ന പെഡിഗിരി, അതിനുള്ള സപ്ലിമെന്റ് കൊടുത്തൊക്കെയാണ് നമ്മൾ ഇപ്പം അതിനെ നോക്കുന്നത്. ഇപ്പം അങ്ങനെ ആദ്യം ഫസ്റ്റ് നമ്മൾ ഡോഗിൽ നിന്നാണ് തുടങ്ങി. അതിനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ അതൊരു 15 വർഷം വരെ അത് ജീവിച്ചു. അതിനുശേഷം അത് മരണപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പെറ്റ് ഷോപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ പേര് മിക്കി എന്നാണ്. അത്യാവശ്യം ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കട. അവിടെ ഇപ്പൊ ഏതൊക്കെ വെറൈറ്റി ഡോഗ്സ് ഉണ്ട്? എനിക്ക് ഡോഗ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. എല്ലാം ഉണ്ടോ അവിടെ? ഡോഗ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട്. നമ്മൾ ആദ്യത്തെ തുടക്കം ഡോഗ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ ഒഴിവാക്കത്തില്ല. ഷിറ്റ്സും ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 10-15 വെറൈറ്റി ഡോഗ്സ് എപ്പോഴും നമ്മുടെ സ്റ്റോറിൽ കീപ്പ് ചെയ്തിരിക്കും, പപ്പീസും അഡൽറ്റും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഗ്രൂമിങ്, ബോർഡിങ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
അപ്പൊ ഇതൊരു വമ്പൻ ബിസിനസ്സായി മാറി ഇപ്പൊ. ബിസിനസ് അല്ല, നമുക്ക് ഇപ്പം ബിസിനസ് എന്നിരിക്കട്ടെ, നമ്മളിപ്പം വേറെ ഏതൊരു സ്ഥാപനമായാലും ഇപ്പം ഒരു തുണിക്കടയോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പോ ഒക്കെ നമുക്കൊരു ബിസിനസ്സായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അത് ആർക്കും ചെയ്യാം. പക്ഷേ ഇതിനോടൊരു ക്രേസ് ഇല്ലാത്ത ഒരാൾ വന്ന് ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക് ഒരു പെറ്റ് ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഫാമോ സ്റ്റാർട്ട് ചെയ്ത് അത് 8 നിലയിൽ പൊട്ടുകയുള്ളൂ. കാരണം ഇത് നമ്മളിപ്പോൾ രാവിലെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2 മണി 3 മണി വരെ ഷോപ്പിലെ പണിയാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതുപോലെ ഇതിന് സീഡ്സ് കൊടുക്കുക, തീറ്റ കൊടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഈ വേസ്റ്റൊക്കെ വരുമ്പോഴായിരിക്കും നമ്മുടെ ദേഹത്തൊക്കെ ആവും. അപ്പോൾ ഇതിനോടൊരു അറപ്പും വെറുപ്പും വെറും ബിസിനസ്സായിട്ട് ഇറങ്ങിയ ആൾക്കാർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവര് രണ്ടാമത്തെ ദിവസം ഇതിട്ടിട്ട് അവരുടെ നമുക്കത് ഒരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നത്തില്ലല്ലോ. നമ്മുടെ പാഷനല്ലേ, അത് കഷ്ടപ്പാടായിട്ട് തോന്നത്തില്ല. എന്തൊക്കെ ആനിമൽസ് ഉണ്ട് ഇപ്പൊ അവിടെ? നമുക്ക് എക്സോട്ടിക് തന്നെ ഏകദേശം ഒരു 30 വെറൈറ്റിയോളം എക്സോട്ടിക് ആനിമൽസ് മാത്രമുണ്ട് നമ്മുടെ ഷോ. അതായത് നമ്മൾ വിൽക്കാനല്ല, നമ്മൾ അതിനോടുള്ള താല്പര്യം കൊണ്ട് നമ്മളിങ്ങനെ വാങ്ങി കീപ്പ് ചെയ്യുന്ന, നമുക്ക് എപ്പോഴും കാണാനും നമുക്ക് എപ്പോഴും അതിനെ എടുക്കാനും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ സെയിലിനുള്ള ചെറിയ ബേഡ്സുകളും അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇതാരാ? ഇതെന്താമയാണ്? ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിപ്പം വെക്കുന്ന ആമകളിലൊന്നാണ്. കരയിൽ ജീവിക്കുന്ന ആമ കേട്ടോ. ഇതിൻ്റെ ആയുസ് വരുന്നത് ഏകദേശം 80 വർഷം മുതൽ 100 വർഷം വരെയാണ് ഇതിൻ്റെ ആയുസ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2.5-3 വയസ്സോളം പ്രായമായിട്ടുള്ളൂ. പിന്നെ ഇത് ചെറിയ വളരത്തുള്ളൂ. ആമകളുടെ വളർച്ച അറിയില്ല, വളരെ സ്ലോലി ആയിരിക്കും. നമുക്കിത് വലുതായി കഴിഞ്ഞാൽ ഒരു 50 കിലോ 60 കിലോ ഭാരം ഉണ്ടാവും. ഒരു കുട്ടിക്കൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ നടക്കാം. അത്രയും വലുതാവും. നല്ല വലിപ്പമുള്ളതാണ്. ഇപ്പൊ 2 വയസ്സല്ലേ? ഇപ്പൊ 2 വയസ്സ്. നല്ല വലിപ്പം വെക്കും. എത്ര വർഷം കഴിയണം? ഒരു 15 വർഷം 20 വർഷം ഒക്കെ വെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു 25 കിലോ ഒക്കെ ആവും. ഇതിനെയും ആൾക്കാർ മേടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ക്രേസ് ആണ്. ഇതിന് വെള്ളം വേണ്ട അല്ലേ? കുടിക്കാൻ മാത്രം വെള്ളം മതി, അതിന് ജീവിക്കാൻ വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ സാധാരണ നമ്മൾ ആംഫിബിയൻസ് ഇവരങ്ങനെയല്ലേ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആൾക്കാരല്ലേ? ഇത് ടർട്ടോയ്സ് ആണ്. ടോർട്ടോയ്സ്. എന്താ വ്യത്യാസം? കരയിൽ ജീവിക്കുന്ന ആമകൾ. കരയിൽ ജീവിക്കുന്ന ആമകളാണ്. ഇതിനെ എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്തത്? ഇത് നമ്മുടെ സുഹൃത്തിന്റെ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്ത, അത് കേരളത്തിൽ നിന്ന് തന്നെ ചെയ്ത, പക്ഷെ ആൾ ഇമ്പോർട്ടഡ് ആണ്, പുറത്തുനിന്ന് വന്ന. ഇവരെയൊക്കെ ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവരെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇന്റർനാഷണൽ ലോയോ റൂൾസ് ഒക്കെ ഉണ്ടാവില്ലേ ഒരു സ്ഥലത്തുനിന്ന്? നമ്മുടെ ഇവിടെ ബ്രീഡ് ആവുന്ന ആനിമൽസിനാണെങ്കിൽ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഫോറസ്റ്റിന്റെ പരിവേഷം എന്ന് പറഞ്ഞ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്താ പരിവേഷം? അത് എല്ലാ എക്സോട്ടിക് ആനിമൽസിനും നമ്മൾ പരിവേഷ് രജിസ്റ്റർ ചെയ്തിരിക്കും മാത്രമേ അതിനെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പം ഈ സാധനം പരിവേഷമുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ആനിമലാണ്. നമ്മൾ ഇതിനെ ഒരാൾക്ക് സെയിൽ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ട്രാൻസ്ഫർ ഫോമിൽ അവരുടെ പേരിലേക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരെയൊക്കെ കൊണ്ട് എക്സിബിഷൻ ഒക്കെ പോകും. എങ്ങനെയാണ് ഈ സെയിലൊക്കെ നടക്കുന്നത്? നമ്മൾ ഈ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്കൂളുകളിലായിരുന്നു ഈ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഈ മൃഗങ്ങളോടുള്ള ഒരു സ്നേഹം വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും നമ്മളിപ്പം എക്സിബിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ എക്സിബിഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തേക്കും എക്സിബിഷൻ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഈ വന്ന് കാണുന്നവർക്ക് ഈ മൃഗങ്ങളോടൊക്കെ ഒരു താല്പര്യം തോന്നാനും അതിനെ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിക്കാനൊക്കെ ആയിട്ട്. ഇതെന്തോ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഇരിക്കണത്, എന്തോ പ്രശ്നം അത് കൂട്ടിലായിട്ടാണ്. ഇപ്പൊ ഇച്ചിരി വൈൽഡ് ആയിട്ടിരിക്കുക, അതാണ് അതിനെ വെളിയിറക്കാത്ത. എന്താ വൈൽഡ് ആവാൻ കാരണം? ഈ ടെമ്പറേച്ചർ ചൂടെ യാത്രയൊക്കെ ചെയ്ത് വന്നതിന്റെയാണ് അല്ലേ? അപ്പൊ ഇതിന് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം? അങ്ങനെ വേണമെന്നില്ല, AC ഒന്നും വേണമെന്നില്ല. അത്യാവശ്യം ഒരു നോർമൽ ടെമ്പറേച്ചർ കീപ്പ് ചെയ്താൽ മതി. വലിയ കൂടുണ്ടാവും അല്ലേ അവിടെ? എന്നെ കൊത്തരുതട്ടോ. ബാ കിവി, ബാ ബാ. കിവിയോ? പേരാണോ? ഹായ് കിവി, ഹൗ ആർ യു? കിവിക്ക് എന്നെ കൂടെ ബോധിച്ചില്ലെന്ന് തോന്നണം. കിവി ബാ, AC വന്നു, ബാ 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 കിവി ബാ. കിവിക്ക് ചൂടിന്റെ പ്രശ്നമാണല്ലേ? ഇതിന്റെ ഒക്കെ ഒരു ഇത് എത്ര വർഷം ജീവിക്കും? ഇത് നല്ല ലൈഫ് ഉള്ളത്, 100 വർഷം വരെയൊക്കെ. 100 വർഷം? ഇപ്പൊ എത്ര വയസ്സായി ആൾക്ക്? ഇത് ഇപ്പൊ ഒരു 10 വർഷം അടുപ്പിച്ചാവുന്നേ ഉള്ളൂ. അപ്പൊ വിഷ്ണുവിന്റെ കയ്യിൽ കിട്ടിയിട്ട് എത്രയായി? ഒരു 4 വർഷത്തോളം ആവുന്നു. അപ്പൊ നല്ലപോലെ കാര്യം പറയും കേട്ടോ, നല്ലൊരു സംസാരിക്കും. എന്താ ഞാൻ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കണോ? ഏതാ അത്? ഇപ്പൊ ഈ ഒരു ആൾക്കാരുമായിട്ടൊക്കെ
അപ്പൊ ഈ കിവി എന്ന് പറയുന്ന ഈ പക്ഷി ഇത് ശരിക്കും ഏത് ഒറിജിനൽ നേറ്റീവ് പ്ലേസ് എവിടെയാണ് ഇതിന്റെ? ഇത് അമേരിക്കയാണ്. നമ്മൾ ഒരുപാട് എക്സിബിഷനിൽ സ്ഥിരം കാണുന്നതാണ് കിവി എന്ന് പറയുന്നത്. ഇത് ഞങ്ങള് എല്ലാ എക്സിബിഷനും ഇതിനെ കൊണ്ട് നല്ല ടൈമിലാണ്, അതുപോലെ നല്ല രീതിക്ക് കാര്യം പറയുകയും ചെയ്യും. അപ്പൊ ഇത് എത്ര ഉണ്ട് വീട്ടില് കിവി? ഇത് ടോട്ടൽ 3 ഉണ്ട്. സെയിൽ ആയിട്ടുണ്ടോ? ഇത് സെയിലിനുള്ളതല്ല, ബാക്കി സെയിലിനുള്ളതുണ്ട്. അപ്പൊ ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങനെ ഒരുപാടെണ്ണം പോയിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട്. ഇതിന് എത്ര വില? ഇത് ഹാൻഡ് ഫീഡ് ഒക്കെ തന്നെ വരുമ്പോ 1.40 ആ റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബ്രീഡിംഗ് പെയർ ഒക്കെ ആകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ഉണ്ടല്ലേ? അപ്പൊ എക്സിബിഷൻ ആണോ കൂടുതൽ ഇത് ചെലവായിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിൽ? അല്ല, ഇത് കൂടുതലും ഓരോ ഈ പാർക്കുകളിലും അതുപോലെ വീടുകളിൽ പെറ്റായിട്ട് വളർത്താനായിട്ട് ഹാൻഡ് ഫീഡ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ വന്ന് മേടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ റിയൽ ലൈഫിൽ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നുമല്ലോ ഈ ആനിമൽസിനൊക്കെ കാണുമ്പോൾ. അവര് പക്ഷെ നമുക്ക് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ല. അതുപോലെ ഈ പറഞ്ഞവയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ആനിമൽസ് ഒരിക്കലും ഒന്നും ഡേഞ്ചർ അല്ല, നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ. നമ്മളിപ്പോ ഒരു സ്നേക്ക് ആയാലും ഒരു പട്ടിയെ ഇപ്പൊ നമ്മൾ കല്ലെടുത്തെറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ തിരിച്ച് നമ്മൾ ഓടിച്ചിട്ട് കടിച്ചിരിക്കും. അവരെ ഡോഗിനെ കണ്ടാൽ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഡോഗ് നമ്മുടെ പുറകെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കും. അത് ആനിമൽസിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. അതൊരു എന്താ മൃഗസ്നേഹി ആയതുകൊണ്ടുള്ള പറച്ചിലല്ലേ? ഇപ്പോ ഈ എക്സോട്ടിക് സ്പീഷീസ് ഇവരെയൊക്കെ മേടിച്ചു വളർത്തി നമ്മൾ. അപ്പോ പെട്ടെന്ന് അതിന്റെ ഓണർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിനെ അത് ബാധിക്കുമോ? തീർച്ചയായിട്ടും. അതാണ് ഈ പെറ്റിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഒരു വീട്ടിലിപ്പം എത്രയോ ഇപ്പോൾ പെറ്റ് ഷോപ്പ് ഓണർ ആയതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഒരാളൊക്കെ ഉണ്ടാകത്തുള്ളൂ വീട്ടിൽ, ബാക്കിയുള്ള മക്കളൊക്കെ വിദേശത്തായിരിക്കും. അപ്പോൾ അവർ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒരു ഡോഗിനെ വാങ്ങി കൊടുത്തിട്ട് പോകും. പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഡോഗിന്റെ അവസ്ഥ വളരെ നമുക്കൊന്നും സങ്കല്പിക്കാനേ പറ്റത്തില്ല. അതൊരു തിരിച്ചു നമുക്ക് ഒരുപാട് അഡോപ്ഷൻസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡോഗിനെ കൊടുത്തിരിക്കട്ടെ, അപ്പോൾ അവർ അതിനെ കൊണ്ടുപോയിട്ട് 4 മാസം 5 മാസം അല്ലെങ്കിൽ 1 വയസ്സ് വരെ വളർത്തിയിട്ട് ഇപ്പോൾ അവർ പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ജോലിയായി, ഇപ്പം പെൺപിള്ളേരാണെങ്കിൽ അവർ കല്യാണം കഴിച്ച് പോകുക, അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നോക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പം അവർ തന്നിട്ട് അവർ പഠനം പോകും. പിന്നെ നമുക്ക് ആ ഡോഗിനെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഏകദേശം ഒരാഴ്ച 2 ആഴ്ച 1 മാസം വരെ ആഹാരം കഴിക്കാതെ ഇരുന്ന ഡോഗ്സ് വരെ ഉണ്ട് നമ്മുടെ അനുഭവത്തില്. അപ്പൊ അത് ആ പെറ്റ് അനുഭവിക്കുന്ന വേദന ഭയങ്കര വലുതായിരിക്കും. ഇവർ അറ്റാച്ച്ഡ് ആവുമല്ലേ? ഈ പക്ഷി പോലും. അതെ, കുറെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി വരും. എങ്കിൽ തന്നെ ആ ഒരു പീരീഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ ഇതിനെ വളർത്തുന്ന ഒരു ഡിസ്ട്രിക്ട് പറയാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്ട് ഒരു ഏത് ജില്ലയിൽ നിന്നാണ് കൂടുതൽ എൻക്വയറീസും അല്ലെങ്കിൽ കൂടുതൽ പെറ്റ്സിനെ വളർത്തുന്ന ഇതുപോലുള്ള എക്സോട്ടിക്? ഇപ്പൊ കൂടുതൽ നമ്മള് തൃശ്ശൂര്, അതുപോലെ എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ആ ഒരു സൈഡിലേക്കാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ സെറ്റപ്പ് ഉള്ളത് പത്തനംതിട്ടയിലുമാണ്. അതെ, ഏറ്റവും കൂടുതൽ ബ്രീഡേഴ്സ് ഉള്ളത് കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ആ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യുന്നത്. ഇത് പൈത്തൺ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇതെന്താ സാധനം? ഇതാണ് ആഫ്രിക്കൻ ബാൾ പൈത്തൻ. ഇവക്കൊരു പേരുണ്ട്, അവളുടെ പേരാണ് പെൺകുട്ടിയാണോ? ഇവിടെ ഫീമെയിൽ. ലക്ഷ്മി എന്നാണ് ഇതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പെറ്റ് നെയിം. ലക്ഷ്മിയോ? ലക്ഷ്മി കുട്ടി. അതിന് പേരുണ്ടെങ്കിലേ ഉള്ളൂ, നമ്മളതിനെ വിളിച്ചാലൊന്നും വിളി കേൾക്കത്തൊന്നുമില്ല, കാരണം ചെവി ഇല്ലാത്തൊരു സാധനം. പാമ്പിന് കേൾവി ശക്തി ഇല്ലല്ലോ അല്ലേ? ഇല്ല, നമുക്കൊരു ആശ്വാസം. ഇത് ഉപദ്രവകാരിയാണോ? അല്ലല്ല, ഒന്നും ചെയ്തില്ല. തൊട്ടോ എന്നെ നോക്കണ്ട്. ഇതിന് എങ്ങനെ ഇതിന്റെ ഒരു വാസസ്ഥലമൊക്കെ എങ്ങനെയായിരിക്കണം? ഇതിന് ചൂടൊട്ടും പാടില്ല. ഇതെന്നല്ല, ഏത് പാമ്പിന് എക്സോട്ടിക് പെട്ട ഏത് സ്നേഹിക്കിനായാലും നമുക്ക് ചൂട് ഒട്ടും പാടില്ല. അതിന് അത്യാവശ്യം നല്ല കൂളായിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കണം. അതുപോലെ എപ്പോഴും നല്ല ശുദ്ധജലം കുടിക്കാനായിട്ട് ഉണ്ടായിരിക്കണം. അത് കൂടുതൽ ആ വെള്ളത്തിലായിരിക്കും കിടക്കുന്നത്. അപ്പം നല്ല വെള്ളം മാത്രം നമ്മൾ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് സ്കിന്നിനൊക്കെ സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ആരാ വാങ്ങിച്ചുകൊണ്ട് പോണത്? ഇത് നമ്മൾ വീടുകളിൽ അങ്ങനെ കുറവാണ് ഈ സ്നേക്കുകളെ വാങ്ങുന്നത്. ഇപ്പം ഈ അടുത്തിടയ്ക്കായിട്ട് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. എങ്കിൽ തന്നെ ഇത് സ്നേക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് ഈ എക്സോട്ടിക് പാർക്കുകളിൽ, അതുപോലെ പെറ്റ് പാർക്കുകളിൽ, പിന്നെ ഈ യൂണിവേഴ്സിറ്റികളിൽ അവർക്കൊക്കെ അതിനെപ്പറ്റി പഠിക്കാനും. ലക്ഷ്മിക്കുട്ടിയെ കൊണ്ട് പോകാറുണ്ടോ? പലങ്ങളിൽ പല എക്സിബിഷനുകളിൽ, സ്കൂളുകളിൽ എക്സിബിഷന് പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയി ചെയ്തിട്ടുണ്ട്.
പിന്നെ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ സ്നേക്ക് ഒക്കെ വന്നേ പിന്നാണ് ഒരുപാട് ആൾക്കാർക്ക് ഈ സ്നേക്കിനെ, ഇപ്പം താങ്കളായാലും പാമ്പിനെ ആദ്യമായിട്ടല്ലേ തുറന്നേ, നേരത്തെ വിട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇതിന് എത്ര വെയിറ്റ് ഉണ്ട്? ഇത് ഏകദേശം ഒരു 3 കിലോളം ആണോ? ഉണ്ട്. പാമ്പ് ലവേഴ്സ് കാണണ്ട ഞാൻ അതെന്നൊക്കെ പറയണത്. ഇതിന്റെ സ്കിന്നൊക്കെ നമ്മുടെ മറ്റേ വെൽവെറ്റിൽ തുറന്ന പോലെ. ഇതിന് എന്തിന്റെ പേരുണ്ടോ? ഈ പാമ്പുകളിൽ തന്നെ ഒരു സ്പീഷീസിൽ ഒരുപാട് പേരുകളില്ലേ? എന്ത് പൈത്തൺ? ഇത് ആഫ്രിക്കൻ ബാൾ പൈത്തൺ. നമ്മുടെ റോക്ക് പൈത്തന്റെ തന്നെ വെറൈറ്റി ആണ്. അതിന്റെ അത്ര സൈസ് ആവത്തില്ല എന്നുള്ളേ ഉള്ളൂ. അതിന്റെ അത്രയും ടെമ്പറും അല്ല ബോഡിയൊക്കെ. മറ്റേത് നല്ല ഹാർഡായിരിക്കും. ഇതിനിപ്പോ എത്ര വയസ്സായി? ഇത് ഏകദേശം ഒരു 4 വർഷത്തോളം. ഇത് ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ സ്നേക്കാണ്, നമ്മൾ വാങ്ങുന്ന ആദ്യത്തെ സ്നേക്കാണ് ഫസ്റ്റ്. ഇത് ഇപ്പൊ ഏകദേശം ഒരു 15 സ്നേക്കോളം നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിക്ക് അപ്പൊ 4 വയസ്സുണ്ട്. ഇത് എത്ര വയസ്സ് വരെ ഉണ്ടാവും? ഇതിന് ഒരു 15 വർഷം തൊട്ട് ഒരു 25 വർഷം വരെയാണ് പൈത്തന്റെ ലൈഫ് സ്പാൻ. പാമ്പുകളുടെ മൊത്തം അങ്ങനെയാണോ? അല്ല, ഓരോ സ്നേക്കുകൾക്കും ഓരോ ലൈഫ് സ്പാനാണ്. കഴുത്തിലൊക്കെ ഇടാൻ പറ്റുമോ? പിന്നെ വൈറലൊന്നും വേണ്ട. അപ്പൊ വിഷ്ണുവിന്റെ അവിടെ എന്തൊക്കെ തരത്തിലുള്ള പൈത്തൺ ഉണ്ട് ഇപ്പൊ? നമുക്ക് പൈത്തൻസ് തന്നെ ഒരു 4 വെറൈറ്റിയോളം പൈത്തൻസ് ഉണ്ട്. അതായത് ബനാന വാൾ പൈത്തൻ, അതുപോലെ ആൽബിനോ വാൾ പൈത്തൻ, പിന്നെ ഇത് മൊജാവ് വാൾ പൈത്തൻ, ആഫ്രിക്കൻ വാൾ പൈത്തൻ. ഇത് വെനമസ് അല്ലല്ലോ? വിഷമില്ലാത്ത പാമ്പ്. കൊത്താനൊക്കെ അറിയോ? കൊത്തും ചിലപ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ വിഷമില്ല. ചെറിയ മുറിവും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാവും. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവോ? എന്നാ വേണ്ട, അവിടെ ഇരുന്നോ. അപ്പൊ ആ പാമ്പുകളുടെ ഒക്കെ പേരെന്താ? എന്ത് ലക്ഷ്മിക്കുട്ടിയാണെങ്കിൽ ഓരോന്നിനും ഓരോ പേരുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവര് ഇതേ ഷേപ്പ് ഇതേ ഡിസൈൻ ഒക്കെ തന്നെയാണോ? അല്ല, അതിന് വ്യത്യാസമുണ്ട്. ഈ ഡിസൈൻസിൽ എന്തെങ്കിലും പ്രത്യേകത? അത് ഓരോ ഇനത്തിനാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇപ്പം ആഫ്രിക്കൻ വാൾ പൈത്തൻ എല്ലാം ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ആഫ്രിക്കൻ വാൾ പൈത്തൻ കളർ വ്യത്യാസം ഉണ്ടാവോ അതോ ഇങ്ങനെ തന്നെയാണ്? കളർ വ്യത്യാസമുണ്ട്. ആൽബിനോയ്ക്ക് ഒരു യെല്ലോ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കയറി വരും. പിന്നെ ഐയൊക്കെ വരുമ്പോ റെഡ് ഐ ആയിരിക്കും. ഇത് മുട്ടയിടല്ലേ ചെയ്യാ? അതെ. അപ്പൊ എന്നിട്ട് വർഷത്തിൽ ഒരു തവണയൊക്കെ ബ്രീഡ് ആവത്തുള്ളൂ. ഒരു 6 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഇണ ചേരിപ്പിക്കാം, ബ്രീഡ് ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങളെ എടുക്കാം. ഒരു 30 മുട്ട മുതൽ 40 മുട്ട വരെയൊക്കെ ഉണ്ടാവും. അറ്റ് എ ടൈം 30 മുട്ട ഇടും കുഞ്ഞു മുട്ടകൾ. എന്നിട്ട് ആ 40 മുട്ടയും നിങ്ങൾ ബ്രീഡ് ചെയ്യിപ്പിക്കും? നമ്മൾ വിരിപ്പിച്ച് കുഞ്ഞുങ്ങളെ എടുക്കും. ഇതിപ്പോ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്? എന്നിട്ട് സപ്ലൈ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്? ഇത് നമ്മൾ കേരളത്തിൽ തന്നെ, കേരളത്തിനും പുറത്തേക്കും ഒരുപാട് പെറ്റ് പാർക്കുകളിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്തേക്കാ? ഇത് മറ്റേ സർപ്പത്തിനെ പോലെ ഒന്നും എഴുന്നേറ്റ് ഇങ്ങനെ കാണിക്കൂലല്ലേ? അത് വേറെ ഉണ്ട്, അതിനെ കൊണ്ടുവന്നിട്ടില്ല. അയ്യോ, നന്നായി കൊണ്ടുവരാഞ്ഞത്. അതിനാരാണ് മേടിക്കാൻ വരുന്നത്? നമ്മളെപ്പോലുള്ള ഭ്രാന്തന്മാര്. വല്ലാത്ത ഭ്രാന്ത് തന്നെയല്ലേ ഇവര്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര പാമ്പുകൾ മൊത്തം കേരളത്തിൽ ഫുള്ള്? ഇങ്ങനെ കണക്കില്ല, അത്യാവശ്യം നമ്മള് റെക്കോർഡുണ്ട്. പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. നമ്മളിത് റെക്കോർഡിക്കലായിട്ടൊക്കെ സൂക്ഷിക്കണ്ടേ? കാരണം ഇങ്ങനത്തെ ഒരു സംഭവം അല്ലേ, കോഴിയും പൂച്ചയും ഒന്നും വെക്കുന്ന പോലെ അല്ലല്ലോ. ഹായ്, ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ജീവിതത്തിൽ ഒരു പാമ്പിനെ തൊടുന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല. പക്ഷെ ഭയങ്കര സങ്കടം തോന്നുന്നു ഇതിനെ കാണുമ്പോ. കൈയില്ല, കാലില്ല, മൂക്കില്ല, ചെവിയില്ല, വളരെ ഇതെങ്ങനെ ഇഴഞ്ഞ് നടക്കാന്നല്ലാതെ എന്താ കഴിക്കാൻ കൊടുക്ക? ഇതിന് നമ്മൾ 4 ദിവസം കൂടുമ്പോ ചെറിയ മൈസിന്റെ കുഞ്ഞുങ്ങൾ, എലിയുടെ കുഞ്ഞുങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. 4 ദിവസം കൂടുമ്പോഴോ? അപ്പൊ എലിയെ നിങ്ങൾ വളർത്തുന്നുണ്ടോ? എലി ഇതിന് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വളർത്തുന്നു. അപ്പൊ ഈ പാമ്പിന് പാലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലേ? അതൊക്കെ ചുമ്മാ കെട്ടുകഥകൾ. നമ്മൾ പാമ്പിന് പാല് കൊടുക്കുക, പാലുള്ളിടത്ത് പാമ്പ് വരും, അതൊക്കെ ചുമ്മാ പറയുന്ന. പാമ്പ് എപ്പോഴും വലിയ ചെറിയ തവളകളോ അല്ലെങ്കിൽ മൈസ്, പിന്നെ വലിയ പാമ്പുകളൊക്കെ ആണെങ്കിൽ മുയല്, പിന്നെ ആട്, പട്ടി, വലിയ പെരുമ്പാമ്പൊക്കെ ആണെങ്കിൽ പട്ടികൾ. നോൺ വെജ് ആണല്ലേ? അതെ. വീട്ടിലുണ്ടാക്കണൊന്നും കഴിക്കില്ല? ഒന്നും കഴിക്കില്ല. ഇതിലോ പേടിയാ ബോധം പോട്ടോ. സൂക്ഷിച്ചു പിടിച്ചോണോട്ടോ, വിടരുത്. ഇല്ല, ഇത് വൈറ്റ് ആകുമ്പോൾ നല്ലപോലെ കാണാം. എന്റെ അമ്മ എന്തൊരു ഭംഗിയാ. ഇതാരാണ്? ഇവന്റെ പേരെന്താ? ഇതാണ് വളരെ റെയർ ആയിട്ടുള്ളൊരു സ്നേക്കാണ്, മെക്സിക്കൻ ബ്ലാക്കിംഗ് സ്നേക്ക്. ഇതൊരു വിര പോലുള്ള ഞങ്ങൾ കൊണ്ടുവന്ന ഏകദേശം ഒരു 3 വയസ്സായുള്ളൂ. 3 വർഷത്തെ ഗ്രോത്താ. കുറച്ചുകൂടെ വലിപ്പം വെക്കും, കുറച്ചുകൂടെ വണ്ണവും വെക്കും. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇത് 3 വയസ്സ്. 3 വയസ്സല്ലേ?
ഇത് കുറച്ച് പ്രശ്നക്കാരനാന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്ത പോലെ ഇരിക്കും. അത്യാവശ്യം അഗ്രഷൻ ഉള്ള ഒരു ഇതാണ്. നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പിനെ നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കുക പെട്ടെന്ന് കയറി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും തിരിഞ്ഞ് കടിക്കാൻ വരും. അത് വിഷമുള്ള പാമ്പായാലും ഇല്ലാത്ത പാമ്പായാലും അതിനെ നമ്മളിങ്ങനെ തടവി സ്വസ്ഥമായിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് ഒന്നും ഒരു പ്രശ്നമില്ല. ഇങ്ങനെ കൂളായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഏത് പിള്ളേർക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. തൊട്ട് വയ്ക്കും. അത് മറ്റേ പാമ്പ് പോലെയൊക്കെ തന്നെ ഏകദേശം കുറച്ചുകൂടെ സോഫ്റ്റാ, മറ്റേനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റാ. ക്ലിയോപാട്ര ആസ്പിനെ കൊണ്ട് കൊത്തിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ട്. നാക്കും കണ്ണും ഫുള്ള് ബ്ലാക്കാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയാണ്. ഇവന്റെ ഭക്ഷണം എന്താ? മൈസ്, ചെറിയ മൈസുകളാണ്. എല്ലാ പാമ്പിനും ഇതൊക്കെ തന്നെ ഭക്ഷണം. ഈസിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന മൈസുകളല്ലോ. പേരിട്ടുണ്ടോ? ഇതിന് പേരിട്ടിട്ടില്ല. ഇത് ഭയങ്കര അഗ്രസീവ് ആണെങ്കിൽ പിന്നെ എന്തിനാ ആളുകൾ ഇതിനെ മേടിക്കാൻ വരുന്നത്? ഇതൊരു ക്രേസ് ആണ്. ക്രേസോ? ഒരു എന്താ പറയാ, നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിന്റെ. ഇത് കടിച്ചാ മരിക്കില്ലേ? ഇല്ല, ഇത് വിഷമില്ലാത്തല്ലേ. വിഷമില്ല, എന്നാലും കുറച്ച് പ്രശ്നക്കാരനാണല്ലേ. കടിക്കും, എല്ലാ പാമ്പുകളും കടിക്കും. ഇപ്പൊ ചേരയായാലും കടിക്കുമല്ലോ. ഇതിന് എത്ര വില? ഇതിനൊരു 3 lakhs. മേടിച്ചാലോ? 3 ലക്ഷോ? ഇത് ഭയങ്കര ഒരു അല്ലേ, എന്തൊരു സൗന്ദര്യം ഉണ്ട് ഇതിന്. മറ്റേനെ കണ്ട പോലെ പ്ലെയിൻ ആയതുകൊണ്ടായിരിക്കാം ബോഡി. അതിന്റെ ബാക്ക് വശം കണ്ടോ, നല്ല സിൽവർ ലൈൻ. അതെ, ഇത് നല്ല ഇളം വെയിലത്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ലപോലെ ഷൈൻ ചെയ്യൂലേ. നല്ല ഒരു തവിട്ട് കളറാണ്. ഫുൾ ബ്ലാക്ക് അല്ലേ വരുന്നത്, ഒരു കോപ്പറും ബ്ലാക്കും കൂടെ കയറിയ ഒരു കളറാണ് വരുന്നത്. ഇതിനൊക്കെ കൂട്ടിനകത്ത് ഇങ്ങനെ ഇട്ടേക്കുവാണോ? കൂടല്ല, നമ്മളിതിനെ നമ്മുടെ ഷോപ്പിൽ കീപ്പ് ചെയ്യുന്നത്. അതിന് അടിയിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഐഡ് ചെയ്യാനുള്ള സ്പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെറിയ വുഡും സ്റ്റോൺസും റോപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര വയസ്സ് വരെ ഉണ്ടാവും? ലൈഫാണോ? ഒരു 10 year തൊട്ട് 15-20 വർഷം വരെയൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. ബ്രീഡിംഗ് അപ്പൊ ഒരു 2 വർഷത്തിനുള്ളിൽ തുടങ്ങും. ഇനി ഒരു 3 വർഷത്തിനുള്ളിൽ ബ്രീഡ് ആവും, ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഇതിപ്പോ ആയിട്ടില്ലല്ലോ, ഇതിനിപ്പോ 2 വർഷം അല്ലെ? 3 വയസ്സായിട്ടുണ്ട്. ആവാറായി. അപ്പൊ ഇതിന്റെ മറ്റേ പാർട്ട്ണറും ഉണ്ടോ അവിടെ? ഇല്ല, നമ്മൾ ഇതിപ്പോ ഒരു മെയിലാണ്, ഫീമെയിലെ തിരക്കൊണ്ടിരിക്കുക. അത് എവിടെന്നാ കൊണ്ടുവരാ? അതൊക്കെ നമ്മൾ പൊക്കും, ഇമ്പോർട്ട് ചെയ്യോ? അതെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ആഗോളതലത്തിൽ നല്ല ബന്ധമുണ്ടല്ലേ? കടത്തുന്ന കാര്യം എനിക്കൊരു സംശയം, കടത്തുന്നതാണോ? ഒരിക്കലും അല്ല, ഇതൊക്കെ കൃത്യമായിട്ടുള്ള പേപ്പറും ലൈസൻസും കാര്യങ്ങളൊക്കെ വേണല്ലോ അല്ലേ? എവിടെന്നായിരിക്കും അപ്പൊ സെർച്ചിങ് തുടങ്ങി? നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിലുണ്ടോ? കേരളത്തിൽ തന്നെ വേറെ ഈ കുഞ്ഞിനെ എടുത്ത്, ഇതിപ്പോ മെയിലല്ലേ, അതുപോലെ കുഞ്ഞിനെ എടുത്ത് ആരെങ്കിലും ഫീമെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കളക്ട് ചെയ്യും. നിങ്ങൾ തമ്മിലൊരു അല്ലേ കോണ്ടാക്ട് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? അതെ അതെ. അയ്യോ, അയ്യോ, ഇത് പാമ്പിന് അപവാദമായിട്ടുള്ള ഒരു പാമ്പാണല്ലോ. സുന്ദരിയാണല്ലോ. എന്താ ക്യൂട്ടാന്ന് നോക്കി, നല്ല രസമല്ലേ കാണാൻ. ക്യൂട്ട് കുട്ടിയാണോ? പേരുണ്ടാ? ഇതിന് അങ്ങനെ പേരിട്ടിട്ടില്ല, നമ്മുടെ കൈ കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല, അതാണ് പേരിടാന്. ചിഞ്ചുന്നിട്ടോ? ചിഞ്ചു. ഇത് പ്രശ്നക്കാരില്ല. തൊട്ടോളൂ. ഇങ്ങനെ എടുക്കട്ടെ, കടിക്കോ? ഇല്ല. ആദ്യത്തെ പാമ്പ് വന്നപ്പോ ഒരു പേടിയുണ്ടായിരുന്നു, രണ്ടാമത്തെ വന്നപ്പോ കുറച്ച് കുറഞ്ഞു. അയ്യോ പിടിച്ച. ഇപ്പൊ കുറച്ച് ശരിയല്ല, ഇച്ചിരി ക്രൈസ് ഒക്കെ തോന്നണല്ലേ, വളർത്താനൊക്കെ തോന്നുന്നു നമുക്ക്. നമ്മള് പെറ്റുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി, പിന്നെ അത് ഇല്ലാതെ പറ്റത്തില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഒരുപാട് ഉപദ്രവം ചെയ്യുന്ന മരണമൊക്കെ ഉണ്ടായില്ലേ? പത്രത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നായിരുന്നു. അപ്പോ ആൾക്കാർക്ക് മടി ഉണ്ടാവൂലേ ഇനി ഇതൊക്കെ മേടിച്ചാ പ്രശ്നമാവോ എന്നൊക്കെയുള്ള രീതിയിൽ? ആ സമയത്താണ് ഇതിന് കൂടുതൽ എൻക്വയറി വന്നത് എനിക്ക് തോന്നുന്നു, ഒരു പെറ്റായിട്ട് വീട്ടിൽ വളർത്താനായിട്ട്. മറ്റൊക്കെ വിഷമുള്ള പാമ്പുകളല്ലേ, ഈ വിഷമില്ലാത്ത പാമ്പിന് വീട്ടിൽ വളർത്താനായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ വില കേൾക്കുമ്പോഴൊക്കെ അവർക്ക് അറിയത്തില്ല ഇതിന്റെ വില എത്രയും കോസ്റ്റ്ലി ആണ്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എത്രയും ബുദ്ധിമുട്ട്. ഇത് അത്യാവശ്യം ഒരു 1.5 lakhs ഒക്കെ വരുന്നുണ്ട് റേറ്റ്. കോസ്റ്റ്ലി. എത്ര വയസ്സ് വരെ ഉണ്ടാവും? അതും 15. മൊത്തത്തിൽ അങ്ങനെയാണ്. ഇത് കോൺസ്നേക്ക് വെറൈറ്റി പെടുന്ന ഇതാണ്. മിൽക്ക് സ്നേക്ക് ആയാലും അതിലൊരു കോൺസ്നേക്കിന്റെ ഒരു കാറ്റഗറി വരുന്ന. എന്ത് സ്നേക്ക്? കോൺസ്നേക്ക് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആണ്. ഇത് പെൺകുട്ടിയാണോ? ജെൻഡർ അറിയാറായിട്ടില്ല. അങ്ങനെയുണ്ടോ? അതെന്താ അങ്ങനെ? അതിന്റെ മെയിലും ഫീമെയിലും നമുക്ക് നോട്ടത്തെ അറിയാത്തതിന് നമുക്ക് DNA എടുത്തിട്ടാണ് ഇതിന്റെ മെയിലും ഫീമെയിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അറിയാൻ പറ്റും. ഇതിപ്പോ 1 വയസ്സായോ? ഇത് 1.5 വയസ്സാവുന്നേ ഉള്ളൂ.
കുഞ്ഞാണ്. ഇത് നല്ല വലിപ്പം വെക്കുന്ന നീളം വെക്കുന്ന 6 അടിയോളം നീളം വെക്കും. ഇവരെന്താ കഴിക്കണ? എല്ലാം മൈസ്, ചെറിയ മൈസുകൾ. മൈസ് കഴിക്കാനും മാത്രം ഇല്ലല്ലോ ഇത്. അത് കഴിച്ചോളും. അപ്പൊ അതിന് കട്ട് ചെയ്തൊക്കെ ഇല്ലല്ല, അതിന് ഡെഡായി കഴിഞ്ഞാൽ കഴിക്കില്ല. അതാണ് പാമ്പുകളുടെ ചത്ത ഒന്നും കഴിക്കില്ല. ജീവനുള്ള സാധനം മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ മൈസിന് ജീവനോടെ കൊടുത്താൽ ജീവനോട്ട് കൊടുത്താൽ ചുമ്മാ ഇട്ട് കൊടുത്താൽ കണ്ട ആളെ കണ്ടാ തോന്നില്ലല്ലേ ഈ മൈസിനൊക്കെ? അതായത് മറ്റേ കുഞ്ഞു മൈസ് ജനിച്ച ഉടനുള്ളത്. ഓക്കെ, ശരി. ഇവനാളെ ശരിയല്ല, ഇവരെ കാണാൻ കൊള്ളില്ല. ഇവനാരാ? ഇതാണ് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഭീതി പടർത്തി വലിയൊരു ഇതിഹാസമാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ നാട്ടില്. എന്താണ് ഇവന്റെ? ഇതാണ് അനാക്കൊണ്ട. അനാക്കൊണ്ടയോ? അനാക്കൊണ്ടയുടെ ബേബിയാണിത്. ഏകദേശം ഒരു 6 മാസത്തോളം പ്രായമായിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ അതിന്റെ ഗ്രോത്ത് കണ്ടോ, 3.5 അടിയോളം ഉണ്ടേ. അപ്പൊ ഇത് ഇതിന്റെ ഒരു 15 വർഷമൊക്കെ അല്ലേ? 10-20 വർഷം ആകുമ്പോ ഇതിന്റെ ഒരു ഇത്രയും മുറിയുടെ എത്ര ഉണ്ടാവോ? അതൊക്കെ വെറുതെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. നമ്മൾ ഈ അനാക്കൊണ്ട മനുഷ്യനെ വിഴുങ്ങും, അത്രയും സൈസ് ആവും എന്നൊക്കെ. അനാക്കൊണ്ട മാക്സിമം കൂടി പോയ ഒരു 15 അടി മാക്സിമം സൈസ് ഉള്ളൂ. അത് നമ്മൾ ഈ ടി വിയിലെ സിനിമയിലൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം. ഈ അനാക്കൊണ്ടനെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാണോ? ആമസോൺ കാടുകളിലാണ് അനാക്കൊണ്ടകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് യെല്ലോ അനാക്കൊണ്ടയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ എടുത്ത സാധനമാണ്. എവിടെന്ന്? നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വന്ന സാധനമാണ്. അനാക്കൊണ്ട കേരളത്തിലുണ്ടോ? അതിന്റെ ബേബീസ് വന്ന് നമ്മൾ കളക്ട് ചെയ്തതാണ്. ഇച്ചിരി അഗ്രഷനാണ് അനാക്കൊണ്ടകൾ. പൊതുവെ മറ്റു പാമ്പുകൾ പോലെയല്ല, എപ്പോഴും ഇതുപോലെ അത്യാവശ്യം കടിക്കും. വിഷമില്ല, അത്യാവശ്യം നല്ലപോലെ കടിക്കും. ഇത് പുതിയൊരു അറിവാട്ടോ, കേരളത്തിലൊക്കെ അനാക്കൊണ്ട ഉണ്ടെന്ന്. എന്റെ അറിവ് കേടാണെന്ന് അറിയില്ല. ആളുകൾക്ക് ഇതിനെപ്പറ്റി അവെയർ ആണോ? ഇത് അനാക്കൊണ്ടകളെ ഇപ്പൊ റയർ അല്ലേ, എങ്ങും ഇല്ലല്ലോ. എന്താ പേര്? ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇരുന്നു. ഇതിന്റെ പേര് അരുന്ധതി. അരുന്ധതിയോ? അരുന്ധതി എന്നാണ് നമ്മൾ ഇതിനെ. ഒരു പാമ്പിനെയൊക്കെ നോക്കി എങ്ങനെ അരുന്ധതി എന്ന് വിളിക്കൂ? നമ്മുടെ ഒരു പെറ്റല്ലേ, അപ്പൊ നമ്മള് അതിനൊരു പേരിട്ടങ്ങ് വിളിക്കുക. അത് കേൾക്കത്തില്ല, ഭാരതീയവൽക്കരിച്ചു. അതെ അതെ. എത്ര അനാക്കൊണ്ട ഉണ്ട് മൊത്തം കടയില്? നമുക്കിപ്പോ ഇത് മാത്രമേ ഉള്ളൂ. നമ്മള് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെയിലിനുള്ളതല്ല. നമ്മള് എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകും. പിള്ളേർക്കൊക്കെ പഠിക്കാനും അതിനെ പറ്റിയൊക്കെ. ഇപ്പൊ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അനാക്കൊണ്ട മനുഷ്യനെ കഴിക്കും, പിള്ളേരെ കഴിക്കും എന്നൊക്കെ. അതൊക്കെ വെറും ചുമ്മാ പറയുന്ന കാര്യങ്ങൾ. അനാക്കൊണ്ട കൂടി പോയി ഒരു പട്ടിയെ കഴിക്കും, ചിലപ്പം ചെറിയൊരു ആടിനെയൊക്കെ കഴിക്കും. അത്രേ ഉള്ളൂ ഫുൾ അഡൽട്ട് ആയിട്ടുള്ള ഒരു അനാക്കൊണ്ടയുടെ ഫീഡിങ്. മനുഷ്യനെ കഴിക്കാനും മാത്രമില്ലല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അതൊക്കെ ചുമ്മാ പറയുന്നല്ലേ. അവിടെ പിടിച്ചോട്ടാ. ഭയങ്കര സാധനല്ലേ അത്? പെട്ടെന്നാണല്ലേ അറ്റാക്ക് ചെയ്യുന്നത്. അത് നല്ല അഗ്രഷനാണ്. ഇത് ഒരു മനുഷ്യനെ ചുറ്റി പിണഞ്ഞ അത്രയും ടൈറ്റ് ആക്കാനും മാത്രമുള്ള ഒരു ശക്തി ഇല്ലേ? അതൊക്കെ ശരി തന്നെയല്ലേ സിനിമയിൽ കാണിക്കുന്നത്? നല്ല ടെമ്പറേച്ചർ ആവും, നല്ല ടെമ്പർ ആവുന്ന സാധനം. ഇത്രയൊക്കെ തടി വരുമോ? ഇത് ഒരു 30 കിലോ തൊട്ട് 40 കിലോ വരെയൊക്കെ ഉണ്ടാവും. ഇത് എല്ലാ അനാക്കൊണ്ട ഇതിനേക്കാളും കുറച്ചുകൂടെ സൈസ് വെക്കും. ഗ്രീൻ അനാക്കൊണ്ട കുറച്ചുകൂടെ സൈസ് വെക്കുന്ന. ഇതിപ്പോ അവിടെ ഇരുന്ന് വളർന്ന് വലുതായെന്ന് വിചാരിച്ചോ? വലുതായി കഴിയുമ്പോ അതിന് ഭക്ഷണം എന്ത് കൊടുക്കും? ഇത് വളർന്നനുസരിച്ച് നമ്മള് ഗിനിയ പിഗ്, അതുപോലെ മുയല്, പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ കോഴി, അതിനൊക്കെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന് നമ്മൾ കൊടുക്കുന്നത് ചെറിയ കോഴിക്കുഞ്ഞ്. കോഴിക്കുഞ്ഞിനെ ഇപ്പോഴേ കഴിക്കും? ഏത് ഈ ചെറിയ വായിൽ കൂടെയോ? അതെ അതെ, ചെറിയ കോഴിക്കുഞ്ഞിനെ കഴിക്കും. ഇതിന്റെ ഇവിടെ ഭാഗം ഭയങ്കര സ്ലിമ്മും പുറകോട്ട് വരുമ്പോ വണ്ണവും. അതങ്ങനെ? അത് എല്ലാ പാമ്പിനും അങ്ങനെ. കഴുത്തൊക്കെ തലയൊക്കെ ചെറുതായിരിക്കും. നമ്മൾ തല കണ്ടാൽ തോന്നും വാലാന്ന് വിചാരിക്കാതുകൊണ്ട് ഇത്ര ഉണ്ടാവുള്ളൂ. സാധാരണ അതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അങ്ങനെ പാമ്പിന്റെ അല്ലേ? കാര്യം എന്ന് വെച്ചാൽ ഈ ചെറിയ മാളത്തിനകത്തൊക്കെ കയറാനും ഇറങ്ങിപ്പോകാനും ഒക്കെ ഉള്ളതാണ്. അതിന്റെ തല ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത്. ഈസി ആയിട്ട് കയറിപ്പോവും. ബാക്കി തല കയറി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിന്റെ ബോഡി തന്നെ അത് ചെറുതാവും. അതായത് ഈ വെള്ളിമൂങ്ങ അല്ലെങ്കിൽ നക്ഷത്രയാമയൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ഇതിനൊന്നും വീട്ടിൽ വളർത്താനോ ഒന്നും പാടില്ല. പക്ഷെ ഇവർക്ക് അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. എന്താ അങ്ങനെ? ഇതിനുണ്ട്. ഇതിന് പേപ്പർ ഇല്ലാതെ നമുക്ക് പേപ്പറോ അതിന്റെ രജിസ്ട്രേഷൻ റെക്കോർഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ വളർത്താൻ പറ്റത്തില്ല. ഇപ്പൊ വെള്ളിമൂങ്ങ, അതുപോലെ നാടൻ തത്തകള്, പിന്നെ പരുന്ത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആനിമലിന്റെ ഇത് വരുന്ന ഫോറസ്റ്റ് ആക്ട്
അതൊക്കെ നമ്മുടെ ഫോറസ്റ്റ് വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ഷൻ ആക്ടിൽ പെടുന്ന സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ നമുക്ക് അതിനെ വീട്ടിൽ കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഫോറസ്റ്റ് നമുക്ക് തരുന്നില്ല. അതേസമയം നമുക്ക് ഈ സാധനങ്ങൾ, അതായത് നമ്മൾ എക്സോട്ടിക് പെടുന്ന സ്നേക്ക് മുതൽ മക്കൗസ്, ഏത് വില കൂടിയ ബേഡ്സുകളായാലും ടർട്ടോയ്സ് ആയാലും ഈ സാധനങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ പേപ്പർ ഇല്ലാതെ നമുക്ക് ഒരു സാധനം സെയിൽ ചെയ്യാനും പറ്റത്തില്ല, കീപ്പ് ചെയ്യാനും പറ്റത്തില്ല. ഇപ്പോഴത്തെ തലമുറ ഈ മൊബൈലിനൊക്കെ അഡിക്ഷനും ഇതേപ്പറ്റി മാതാപിതാക്കൾ ഭയങ്കര പരാതിയൊക്കെ ആണല്ലോ. അപ്പൊ അവരെ ഈ ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ടാൽ നന്നാവോ? തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ കാരണം വെച്ചാൽ ഇപ്പം ഈ വളർന്നു വരുന്ന കുട്ടികൾ, എല്ലാ കുട്ടികളും ഇപ്പം എൻ്റെ മോനായി തന്നെ മൊബൈല് അല്ലെങ്കിൽ ടി വിക്ക് അഡിക്റ്റ് ആണ്. നമ്മളിപ്പോൾ അതിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്ക് വീട്ടിലൊരു പെറ്റുണ്ടെങ്കിൽ പിന്നെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം അവർ അതിൻ്റെ പുറകെ പോകും. കാരണം അത് നമ്മൾ ഈ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച് കിട്ടുന്ന അറിവിനേക്കാളിലൊക്കെ ഒരുപാട് വലുതായിരിക്കും നമ്മൾ ഒരു ആനിമൽസിനെ നിരീക്ഷിച്ച് കിട്ടുന്ന പല അറിവുകളുണ്ട്. അത് കാണിക്കുന്ന സ്നേഹം നമുക്കപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും നമ്മുടെ സഹജീവികളെയൊക്കെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ചെറുപ്രായത്തിലെ കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.